ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ഗ്ലാസ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിന് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 3-4 വട്ടം നന്നായി കഴുകിയ ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച ശേഷം ഒന്ന് ഊറ്റിയെടുത്ത് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി കുറച്ച് മല്ലിയിലയും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 3 പീസ് പട്ട, ഒരു 2 ഏലക്ക, ഒരു 3-4 കറിയാമ്പു, 1/2 സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂസും കുറച്ച് ഉണക്കമുന്തിരി എടുത്ത് വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ ഓയിലും 1 സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വരട്ടെ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അതൊന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നാൽ അത് നമുക്കൊന്ന് ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്കതിലേക്ക് നേരത്തെ കനം കുറഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നെയ്യ് കുറവാണെങ്കിൽ, ഓയിലും കുറവാണെങ്കിൽ കുറച്ച് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഗോൾഡൻ കളർ വരണ വരേക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം ഏകദേശം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് മാറ്റാം. മാറ്റിയ ശേഷം നമുക്ക് ഈ ഒരു പാനിൽ തന്നെ നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് പട്ട, കരാമ്പൂ, ഏലക്ക നമ്മൾ നേരത്തെ എടുത്തു വെച്ചതില്ലേ, അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ. ഇതൊന്ന് ചെറുതായിട്ട് മൂത്തൊരു സ്മെല്ല് വരണ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്ത് വെച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 3 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം, അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിനാഗിരി ആയാലും മതി. ഇനി ഒന്ന് വെള്ളം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയൊരു 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒന്ന് സിമ്മിലാക്കി കൊടുക്കണം. അതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയുടെ മണമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആവും അതിന്. ഇനി ഒരു 3-4 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട ശേഷം നമുക്കൊന്ന് മീഡിയം അല്ലെങ്കിൽ ഒരു സിമ്മിലേക്ക് വെച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ട, അപ്പോൾ അരിയൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സിമ്മിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയില നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി
നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഒരു ദോശപ്പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ആ നെയ്ച്ചോറിൻ്റെ പാൻ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലൊക്കെ വരും നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ രീതിയിലൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്ലെയിമൊക്കെ അടച്ച് വെച്ച് നമുക്ക് ഈ നെയ്യിൻ്റെ ഒക്കെ മണം നല്ല രീതിയിലേക്ക് അരിയിലേക്ക് പിടിക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.